അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഖഫാ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ അൽഹംദുലില്ലാഹ് വിശുദ്ധമായ റമളാനിന്റെ ഇത്രയും ദിവസം നോമ്പെല്ലാം കൃത്യമായി പിടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. തറാവിഹ് നമസ്കാരം മുടക്കാതെ പലർക്കും നമസ്കരിക്കാൻ പറ്റി. അതുപോലെ തന്നെ ഫർദായ നമസ്കാരങ്ങൾ അൽഹംദുലില്ലാഹ് എല്ലാം കൃത്യമാണ്. ഇന്നത്തോടുകൂടി ഉസ്താദെ ഞാൻ ഒരു ഖത്തം തീർന്നു എന്ന് അറിയിച്ച പലരുമുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല അവർക്കൊക്കെ ഒരുപാട് ഖത്തം ഓതാനും നമുക്കുമൊക്കെ അതുപോലെ തന്നെ ഓതാനും അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. പവിത്രതയുള്ള പുണ്യങ്ങളേറെയുള്ള റമളാൻ മാസത്തിന്റെ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ 10 നമ്മളോട് വിട പറഞ്ഞ് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും മഗ്ഫിറത്ത് പാപമോചനം നമുക്ക് കിട്ടുന്ന സുന്ദരമായ 10 ദിവസങ്ങൾ നമ്മളിലേക്ക് ഇതാ വരാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അള്ളാഹു താല സ്വീകരിക്കട്ടെ. അള്ളാഹുവേ, നിന്റെ കരുണ കിട്ടിയവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. നിന്റെ പാപമോചനം കിട്ടുന്നവരുടെ കൂട്ടത്തിലും ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. സ്വർഗ്ഗപ്രവേശനം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. നരകമോചനം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാ. നിന്റെ മാപ്പ് അള്ളാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രധാനിക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. നമുക്ക് പരിശുദ്ധമായ ഈ റമളാൻ മാസത്തിന്റെ റഹ്മത്തിന്റെ 10 വിട പറഞ്ഞ് പോവുകയാണല്ലോ. അള്ളാഹുവിന്റെ റഹ്മത്തിൽ നമുക്ക് ധാരാളമായി ചോദിക്കണം. ഇനി മഗ്ഫിറത്തിന്റെ 10 കടന്നു വരുമ്പോൾ, പാപമോചനത്തിന്റെ രണ്ടാമത്തെ 10 കടന്നു വരുമ്പോൾ നമ്മൾ ചൊല്ലുന്ന ദിക്റിലൊക്കെ ചില അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുണ്ടാകും. അതൊക്കെ ഇൻഷാ അല്ലാഹ് നാളത്തെ മജ്ലിസിൽ നമുക്ക് കൃത്യമായി പറഞ്ഞ് അള്ളാഹുലേക്ക് ദുആരക്കാം. ഇന്നത്തെ മജ്ലിസിലൊക്കെ പ്രത്യേകമായി ദുആരക്കാൻ ഒരുപാട് പേരെ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ ഇൻഷാ അല്ലാഹ് ദുആരക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഒരുമിച്ച് കൂടൽ, നമ്മുടെ ദുആ, നമ്മുടെ ദിക്ർ, നമ്മുടെ സ്വലാത്ത്, നമ്മുടെ നമസ്കാരം, നമ്മുടെ ഖുർആൻ പാരായണം, സ്വതക്ക കർമ്മങ്ങൾ എല്ലാം അല്ലാഹു തആല സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ, അർഹമായ പ്രതിഫലം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദിക്റിന്റെ മജ്ലിസിലേക്ക് നമ്മൾ കടക്കുകയാണ്. വിശുദ്ധമായ റമളാൻ മാസത്തിന്റെ 1 മുതൽ 30 വരെയുള്ള, അതായത് എല്ലാ ദിവസവും കൃത്യമായി വ്യക്തമായി പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് ഉണർത്തിക്കൊടുത്ത പുണ്യമായ ദിക്ർ. 4 കാര്യങ്ങളാണ് പറയുന്നത്. അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള, നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടേണ്ട 4 കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പറയാം. എൻ്റെ ഉമ്മമാരൊക്കെ ഇത് എല്ലാ നമസ്കാരത്തിന് ശേഷം വ്യക്തമായി കൃത്യമായി ഒരു 3 വട്ടമെങ്കിലും കുറഞ്ഞത് പറയണം. അല്ലാത്ത സമയത്തൊക്കെ ഇത് ധാരാളമായി പറയുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്തി പറയുന്ന ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ, റമളാൻ അനുകൂലമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പറഞ്ഞാലോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് أسألك الجنة وأعوذ بك من النار
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഈ പരിശുദ്ധമായ റമളാൻ മാസം അല്ലാഹുവേ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി തരണേ അല്ലാ, പ്രതികൂലമാക്കരുതല്ല, ഞങ്ങൾക്ക് അനുകൂലമായ തെളിവാക്കണേ അല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിരുന്നു. ആ ദുആ നമുക്കൊന്ന് ചെയ്താലോ? മഹാന്മാരായ സ്വഹാബിമാരും ഔലിയാക്കന്മാരും മുൻഗാമികളൊക്കെ ധാരാളമായി റമദാൻ മാസത്തിൽ ചെയ്ത ഒരു ദുആയാണ്. ഇൻഷാ അല്ലാഹ് നമ്മളും ആ ദുആ ചെയ്യുന്നു. അല്ലാഹു തആല ഈ ദുആ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോ. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا.
اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. റഹ്മത്തിന്റെ പത്തിലാണല്ലോ നമ്മളെല്ലാവരും ഉള്ളത്. അള്ളാഹുവിന്റെ കാരുണ്യം എത്ര കിട്ടിയാലും നമുക്ക് മതിയാവില്ല. അള്ളാഹിന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദുന്യാവിൽ രക്ഷപ്പെടാൻ പറ്റൂ, ആഖിറത്തിൽ വിജയിക്കാൻ പറ്റൂ. അതുകൊണ്ട് റബ്ബേ, നിന്റെ കരുണ ഞങ്ങൾക്ക് ഒരുപാട് തരണേ അല്ലാ എന്നർത്ഥം വരുന്ന ആ പുണ്യമായ ദുആ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പറയാം. اللهم ارحمني يا أرحم الراحمين. 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 اللهم ارحمني يا أرحم الراحمين.
اللهم ارحمني يا أرحم الراحمين 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 اللهم ارحمني يا أرحم الراحمين. പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ റഹ്മത്തിന്റെ പത്താണല്ലോ നമ്മളെല്ലാവരും നിലകൊള്ളുന്നത്. ഈ റഹ്മത്തിന്റെ പത്തിൽ അള്ളാഹുവിന്റെ കരുണ നമ്മൾ ചോദിക്കുന്ന ദുആ നമ്മൾ പറഞ്ഞു. ഈ അള്ളാഹുവിന്റെ കാരുണ്യത്തെ അഡ്രസ്സ് ചെയ്യുന്ന രണ്ട് ഇസ്മുകളുണ്ട്. ഒന്ന് റഹ്മാൻ, രണ്ട് റഹീം. ഈ രണ്ട് ഇസ്മുകൾ ചേർത്ത് നമുക്കൊന്ന് പറഞ്ഞാലോ? അള്ളാഹു താല അവന്റെ ഈ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ പേരുകൾ പറയുന്നതിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിന്റെ കാരുണ്യം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മരണത്തിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വാഹനത്തിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ കച്ചവടത്തിൽ എല്ലാത്തിലും അള്ളാഹുവിന്റെ റഹ്മത്ത്, കരുണ അള്ളാഹു താല തരുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒന്നിച്ച് പറഞ്ഞേ, യാ റഹ്മാനു യാ റഹീമു ജല്ല ജലാലുഹു 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 യാ റഹ്മാനു യാ റഹീം ജല്ല ജലാലുഹു യാ റഹ്മാനു യാ റഹീമു 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 ജല്ല ജലാലുഹു. നമ്മുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരുമെന്നുള്ളതാണ് അല്ലെ. പ്രത്യേകിച്ച് റഹ്മത്തിന്റെ പത്തിലൂടെയാണ് പോകുന്നത്. അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടണം, അതുപോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള പാപമോചനവും നമുക്ക് കിട്ടണം.
അതിന് ഏറ്റവും നല്ലത് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കലാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ, ഒരു ഇസ്തിഗ്ഫാർ. അല്ലാഹു തആല ഇതിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും, ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല വിജയത്തിലാക്കി തരട്ടെ. നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അല്ലാഹു തആല മാറ്റി തരട്ടെ. നമ്മുടെ ദുആക്ക് അല്ലാഹു തആല ഇജാബത്ത് തരട്ടെ. പറഞ്ഞോ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം. 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 കടലിന്റെ നുരയോളം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാഹു പൊറുത്തു തരുമെന്ന് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്ന, ഒരുപാട് പ്രതിഫലങ്ങൾ കിട്ടുന്ന, പ്രത്യേകിച്ച് റമദാൻ മാസമാണ്. റമദാൻ മാസത്തിൽ ഈ ഒരു ദിക്ർ ചൊല്ലിയാൽ, ഒരു പ്രാവശ്യം ചൊല്ലിയാൽ 70 പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലിയ പ്രതിഫലമാണ്.
സാധാരണ മാസത്തിൽ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ 10 പ്രതിഫലമാണെങ്കിൽ റമദാനിൽ ഇത് ചൊല്ലിയാൽ 70 പ്രാവശ്യം ചൊല്ലിയ പ്രതിഫലമാണ്. ഒരുപാട് നേട്ടങ്ങളുണ്ട്. ചൊല്ലിക്കോ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. റമദാനിന്റെ എല്ലാ ദിവസവും പ്രത്യേകിച്ച് റമദാൻ മാസത്തിന്റെ മഗ്രിബിനൊക്കെ തൊട്ട് മുമ്പ് ആണുങ്ങളോ പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ, ഉമ്മമാര് വീട്ടിൽ വെച്ച് അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിലാണെങ്കിലും നിങ്ങൾ ആ സമയത്ത് തേങ്ങാപ്പാൽ വഴിയാവാം, അല്ലെങ്കിൽ നാരങ്ങ കലക്കുമാവാം, അല്ലെങ്കിൽ എന്താണ് കറി താളിക്കുമാവാം, ആ സമയത്ത് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാവാം, ജ്യൂസ് അടിക്കാവാം. ആ സമയത്തൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ നാവിൽ നിന്ന് വരേണ്ട ഒരു പുണ്യമായ ദിക്റാണിത്. ഇത് അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണിത് നമ്മൾ പറയുന്നത് കേൾക്കാൻ. മീസാൻ എന്ന തുലാസിൽ ഭയങ്കരമായ ഭാരം തൂങ്ങുന്ന ദിക്റാണ്. ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ദിക്റാണ്. ഈ സമയത്തൊന്ന് പറഞ്ഞാലോ, അള്ളാഹുവെ പടച്ചവനെ, ഈ ദിക്റിന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ രോഗങ്ങൾ, ഞങ്ങളുടെ മക്കളുടെ രോഗങ്ങൾ, ഞങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ എല്ലാവരുടെയും രോഗങ്ങൾക്ക് ശിഫാ തരണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളുടെ കുടുംബാദികൾ എല്ലാവർക്കും നീ ആഫിയത്തും ആരോഗ്യവും തരണേ അല്ലാ. ആമീൻ. എല്ലാവരും ഒന്ന് പറഞ്ഞേ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി
സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിhi സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിhi സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിhi 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 അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹു തആല നമ്മൾ ചൊല്ലാൻ പോകുന്ന സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഇഹപാര കാര്യങ്ങളെല്ലാം അല്ലാഹു തആല സലാമത്താക്കി തരട്ടെ. നമ്മുടെ മക്കളുടെ കാര്യം, നമ്മുടെ ബിസിനസ്സിന്റെ കാര്യം, നമ്മുടെ കുടുംബത്തിന്റെ കാര്യം, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ ഉമ്മ വാപ്പ, എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബറക്കത്തും കൊടുക്കുമാറാവട്ടെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മളിൽ നിന്നും മരണപ്പെട്ടവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ഈ റമളാൻ മാസം നമുക്ക് അനുകൂലമാക്കി തരട്ടെ. ആമീൻ. ചൊല്ലിക്കോ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ്
സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇന്നത്തെ ഈ ദിക്ർ, സ്വലാത്ത്, തസ്ബീഹിന്റെ മജ്ലിസ് അല്ലാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ചൊല്ലിയ ദിക്റുകൾ, ഔറാദുകൾ എല്ലാത്തിനും എന്തെല്ലാം നേട്ടങ്ങളും പ്രതിഫലങ്ങളും ഉണ്ടോ അതെല്ലാം അല്ലാഹു മുഴുവനായും നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാവട്ടെ. ഈ റമദാൻ മാസം നമുക്ക് അനുകൂലമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പവിത്രതയുള്ള റമദാൻ മാസത്തിന്റെ റഹ്മത്തിന്റെ പത്തിലൂടെയാണല്ലോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഉസ്താദെ, പ്രത്യേകം ഞങ്ങൾക്ക് വേണ്ടി ദുആരക്കണേ എന്ന് കമന്റിലൂടെ ദുആ വസിയത്ത് ഏൽപ്പിച്ചവരുണ്ട്. അതുപോലെ നമ്മുടെ വീഡിയോകൾക്കൊക്കെ താഴെ ഒരുപാട് ആളുകൾ ദുആരക്കാൻ പറയുന്നുണ്ട്. അതുപോലെ നേരിട്ട് ഫോണിൽ വിളിച്ച് പറയുന്നവരുണ്ട്, നേരിട്ട് കണ്ട് പറയുന്നവരുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും, നമ്മളെല്ലാവരുടെയും മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഹാസിലാക്കി തരുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും അല്ലാഹു തആല മാറ്റി തരുമാറാവട്ടെ. എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും അല്ലാഹു തആല മാറ്റി ജീവിതത്തിൽ ഖൈറും സമാധാനവും റാഹത്തും സന്തോഷവും അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി ഓതി നമുക്ക് വിശാലമായിട്ട് ദുആരക്കാം. അല്ലാഹു നമ്മുടെ മജ്ലിസും നമ്മുടെ ഒരുമിച്ച് കൂടലും നമ്മുടെ ദുആയും എല്ലാം ഖബൂലാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. إلى حضرة نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم وإلى حضرات أهل الخير والفضل كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم.
ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار لا إله إلا أنت سبحانك إني كنت من الظالمين അർഹമുർ-റഹീമീനായ റഹ്മാനായ റഹീമായ കരുണയുള്ള അല്ലാഹ്, രാജാതിരാജനായ റഹ്മാൻ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആഇനെ നീ കബൂലാക്കണേ അല്ലാഹ്. ഈ പരിശുദ്ധമായ റമളാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുകൂലമായ സാക്ഷിയാക്കണേ അല്ലാഹ്. ഈ റമളാൻ മാസത്തിന്റെ സുന്ദരമായ റഹ്മത്തിന്റെ പത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹു, നിന്റെ കാരുണ്യം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നിന്റെ കരുണ കൊണ്ട് സ്വർഗത്തിൽ കടക്കാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, സുന്ദരമായ ഈ മജ്ലിസിൽ ഞങ്ങൾ ഒരുപാട് ദിക്റുകൾ പറഞ്ഞിട്ടുണ്ട്, ഔറാദുകൾ പറഞ്ഞിട്ടുണ്ട്, തസ്ബീഹുകൾ പറഞ്ഞിട്ടുണ്ട്, സ്വലവാത്തുകൾ ചൊല്ലിയിട്ടുണ്ട്. കബൂൽ ചെയ്യണേ റബ്ബേ. ഈ റമളാൻ മാസത്തിൽ എന്തെല്ലാം പ്രതിഫലങ്ങളുണ്ടോ അത് മുഴുവനും പാവപ്പെട്ട പാപികളായ ഞങ്ങൾക്ക് നീ തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാര്, ഞങ്ങളുടെ മക്കള്, മരുമക്കള്, പേരക്കുട്ടികള്, സഹോദരിമാര്, സഹോദരങ്ങൾ, മാമമാര്, കൊച്ചാപ്പമാര്, മാമിമാര്, ലോക മുഅ്മിനീങ്ങൾ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. മർഹമത്ത് കൊടുക്കണേ അല്ലാഹ്. ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളൊക്കെ മരിച്ചു പോവാനുള്ളവരാണ്. ഞങ്ങൾ മരിച്ച് ഖബറിലേക്ക് ചെല്ലുമ്പോ പരിശുദ്ധമായ റമളാനിന്റെ, പരിശുദ്ധമായ ഖുർആനിന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ അല്ലാഹുവേ, ഞങ്ങളുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി തരണേ അല്ലാഹ്. സമാധാനത്തിലാക്കി തരണം അല്ലാഹ്. അല്ലാഹു, ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് തരണേ അല്ലാഹ്. ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ എല്ലാ ദിവസവും കൃത്യമായി നോമ്പെടുക്കാനും അല്ലാഹുവേ നമസ്കാരങ്ങളൊക്കെ കൃത്യമാക്കാനും ഒരുപാട് വിശുദ്ധമായ ഖത്തമുൽ ഖുർആൻ ഓതാനും മഹാസൗഭാഗ്യം തരണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ കരുണ ഞങ്ങളുടെ ജീവിതത്തിൽ തരണേ അല്ലാഹ്. കച്ചവടത്തിൽ തരണേ അല്ലാഹ്. മക്കളിൽ തരണേ അല്ലാഹ്. ഭാര്യമാരിൽ തരണേ അല്ലാഹ്. ഭർത്താക്കന്മാരിൽ തരണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യം തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ സമ്പത്തിൽ നിന്റെ റഹ്മത്ത് തരണം അല്ലാഹ്. അല്ലാഹുവേ, മരണത്തിൽ നിന്റെ റഹ്മത്ത് തരണം അല്ലാഹ്. ഖബറിൽ നിന്റെ റഹ്മത്ത് തരണം അല്ലാഹ്. ആഖിറത്തിൽ നിന്റെ റഹ്മത്ത് തരണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളോട് ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആരക്കാൻ ഏൽപ്പിച്ചവരാണ്. ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ദുആ വസിയത്തായി ഏൽപ്പിച്ചിട്ടുണ്ടോ എല്ലാവരുടെയും വിഷമ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, കടങ്ങളുണ്ട്, കടങ്ങൾ വീട്ടാനുള്ള എളുപ്പവഴി തുറന്നു തരണേ അല്ലാഹ്. അല്ലാഹുവേ, മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ മക്കളെ നീ കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് തന്നിട്ടുള്ള മക്കളെ നീ നന്നാക്കി തരണം അല്ലാഹ്. ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകളൊക്കെ വരാൻ പോകുന്നു റബ്ബേ, പലതും കഴിഞ്ഞു. ഉന്നതമായ വിജയം ഞങ്ങളുടെ മക്കൾക്ക് എല്ലാവർക്കും കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ,
അള്ളാഹുവെ ഓർമ്മശക്തി കൊടുക്കണേ റബ്ബേ. അള്ളാഹുവെ ബുദ്ധിശക്തി കൊടുക്കണം അല്ലാ. അള്ളാഹുവെ സ്വാലിഹീങ്ങളായ മക്കളാക്കി ഞങ്ങളുടെ മക്കളെ മാറ്റണേ അല്ലാ. അള്ളാഹുവെ പരിശുദ്ധമായ റമളാനാണ്. ഒരുപാട് ഉമ്മമാരും വാപ്പമാരൊക്കെ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഹലാലായ മുറാദുകൾ അവരുടെയും ഞങ്ങളുടെയും നീ ഹാസിലാക്കി തരണം അല്ലാ. അള്ളാഹുവെ കൃത്യമായി നോമ്പനുഷ്ഠിക്കുവാനും തറാവീഹ് നമസ്കാരം മുടങ്ങാതെ നിസ്കരിക്കാനും ഒരുപാട് ഖത്മുൽ ഖുർആൻ ഓതാനും അള്ളാഹുവെ അതുവഴി സ്വർഗത്തിൽ കടക്കാനും ഞങ്ങൾക്കെല്ലാവർക്കും നീ ഭാഗ്യം തരണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ ക്യാൻസർ പോലെ ബ്രെയിൻ ട്യൂമർ പോലെ അത് സ്ട്രോക്ക് വന്ന് കിടക്കുന്നവർ ഒരുപാട് രോഗികൾ ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ചെറുതും വലുതുമായ എല്ലാ അസുഖങ്ങളെ തൊട്ടും കാക്കണം അല്ലാ. അള്ളാഹുവെ റമളാനിൽ ഈ പരിശുദ്ധമായ റഹ്മാനെ റമളാനിൽ അപകടം പറ്റിക്കിടക്കുന്ന രോഗിയായി പോകുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. അള്ളാഹുവെ 30 നോമ്പും കൃത്യമായി അനുഷ്ഠിക്കാനുള്ള മഹാസൗഭാഗ്യം തരണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ ഞങ്ങളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ആക്സിഡന്റ് പറ്റുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. അള്ളാഹുവെ പടച്ച റബ്ബേ ഈ വർഷം ഹജ്ജിന് പോവാനോ ഉംറക്ക് പോവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ യാത്രകൾ നീ എളുപ്പമാക്കി കൊടുക്കണം അല്ലാ. ഖൈറിലാക്കി കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ ഈ റമളാൻ മാസത്തിൽ എന്തെല്ലാം നന്മകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ടോ അതിലൊക്കെ ഒരുപാട് പോരായ്മകളുണ്ട് റഹ്മാനെ. അതെല്ലാം നീ പരിഹരിച്ച് സ്വീകരിക്കണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളൊക്കെ നോമ്പ് തുറവെക്കുന്നവരാണ്. അതുപോലെ തന്നെ ഒരുപാട് സ്വതക്ക ചെയ്യുന്നവരാണ്. എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. ഖബൂലാക്കണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ ഈ പരിശുദ്ധമായ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണേ അല്ലാ. കമന്റിലൂടെ ഒരുപാട് പേര് പലർക്കും കമന്റ് എഴുതാൻ അറിയില്ല ഉസ്താദേ നിങ്ങൾ ദുആരക്കണമെന്ന് പറഞ്ഞവരാണ്. റഹ്മാനെ ഞങ്ങളുടെ വാപ്പമാര് ഉമ്മമാര് ഞങ്ങളുടെ സഹോദരിമാര് സഹോദരങ്ങൾ എല്ലാവരെയും നീ ഖബൂലാക്കണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഇഹപര വിജയം തരണേ അല്ലാ. ഈ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ പിടിക്കുന്ന നോമ്പിനെ നീ ഖബൂലാക്കണേ അല്ലാ. 13 മണിക്കൂർ ഞങ്ങൾ ഒന്നും കഴിക്കാതെ നിനക്ക് വേണ്ടി നോമ്പെടുക്കുകയാണ് റഹ്മാനെ. പല അബദ്ധങ്ങളും പറ്റിപ്പോകുന്നവരാണ്. എല്ലാം വിട്ടുപുറത്ത് മാപ്പ് നൽകി ഞങ്ങളുടെ നോമ്പിനെ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകൾ ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ കടങ്ങളുള്ളവരുണ്ട് കടങ്ങൾ മാറ്റി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ റഹ്മാനെ ഞങ്ങളുടെ മനസ്സിലുള്ള നീറുന്ന 100 പ്രശ്നങ്ങളുണ്ട്. ഈ റമളാനിന്റെ ബർക്കത്ത് കൊണ്ട് അതെല്ലാം മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഓരോ വീഡിയോകൾക്ക് താഴെയും ദിക്റിന്റെ മജ്ലിസിന്റെ താഴെ അതുപോലെ ഞങ്ങളുടെ രാവിലെ പറയുന്ന ഓരോ പുണ്യമായ കാര്യങ്ങൾ ആ മജ്ലിസിന്റെ ആ വീഡിയോകൾക്ക് താഴെ ആയിരക്കണക്കിന് ആളുകളാണ് റഹ്മാനെ കമന്റിലൂടെ ദുആ വസിയത്തായി ഏൽപ്പിച്ചിട്ടുള്ളത്. ആരൊക്കെയാണ് കമന്റായി ദുആരക്കാൻ പറയുന്നത് നിനക്കറിയാം. അവരൊക്കെ എന്ത് കാര്യമാണ് പറയുന്നത് അതും നിനക്കറിയാം. വായിച്ചാലും തീരാത്ത തരത്തിൽ ഒരുപാട് വിഷമങ്ങൾ പറയുന്നവർ, സങ്കടങ്ങൾ പറയുന്നവർ, ദുഃഖങ്ങൾ പറയുന്നവർ, രോഗത്തിന്റെ കാര്യം പറയുന്നവർ. റഹ്മാനെ നീ എല്ലാം കാണുന്നവനാണ്, അറിയുന്നവനാണ്. ആർക്കെല്ലാം എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫാ കൊടുക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും നീ ആഫിയത്ത് തരണേ അല്ലാ. പലർക്കും കമന്റ് എഴുതാൻ അറിയില്ല, അവർക്കും നീ സലാമത്ത് കൊടുക്കണേ അല്ലാ. ഖൈറുകൾ തരണേ അല്ലാ. ഈ റമളാൻ ഞങ്ങളുടെ അവസാനത്തെ റമളാനാക്കല്ലേ അല്ലാ. പടച്ചവനെ റഹ്മാനെ ഈ റമളാനിന്റെ ഓരോ ദിവസവും കഴിയുമ്പോ ഞങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ഒരുപാട് ഊർജം തരണേ അല്ലാ. ഖത്മുൽ ഖുർആൻ തീർക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. ഇസ്തിഗ്ഫാർ ചെയ്യാനുള്ള ഭാഗ്യം തരണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാ. നാളെ നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. മറ്റുള്ളവർക്കും മജ്ലിസിന്റെ ഈ ലിങ്കുകളൊക്കെ അയച്ചു കൊടുക്കുക. അല്ലാഹു തആല നമ്മളെ എല്ലാവരുടെയും ഈ ഒരുമിച്ച് കൂടലും ഈ പറഞ്ഞ ദിക്റും ഔറാദും എല്ലാം സ്വീകരിക്കട്ടെ. അപ്പോൾ നാളെ കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.